കേസീസ് ആക്ടിന്റെ ലേറ്റസ്റ്റ് അമെൻമെന്റ് പ്രകാരമുള്ള 2023 അമെൻമെന്റ് പ്രകാരമുള്ള കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഗവൺമെന്റ് ഷാൾ ഡെലിഗേറ്റ് ദ പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ സെക്ഷൻ 3 സബ്സെക്ഷൻ 2 ഓഫ് കേസീസ് ആക്ട്. ആൻസർ, എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഗവൺമെന്റിന് രജിസ്ട്രാറുടെ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഓഫീസറിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നേരത്തെ അമെൻമെന്റിന് മുമ്പ് ഇത് ഏത് പേഴ്സണിന് വേണ്ടിയും കൊടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അതർ ഓഫീസർക്ക് മാത്രമേ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, സോഷ്യൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ. ആൻസർ, സെക്ഷൻ 2QBA. സെക്ഷൻ 2QBAയിലാണ് സോഷ്യൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്. അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡായ പേഴ്സൺസ്, ഏജ്ഡ് പേഴ്സൺസ്, ട്രാൻസ്ജെൻഡേഴ്സ്, ഡിപ്രസ്ഡ് പേഴ്സൺസ്, മെൻ്റലി ചലഞ്ച് ആയിട്ടുള്ള പേഴ്സൺസ് തുടങ്ങിയവരുടെയൊക്കെ ക്ഷേമത്തിനായിട്ട് രൂപീകരിച്ചിട്ടുള്ള സൊസൈറ്റിയാണ് സോഷ്യൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2QBAയിലാണ്. നെക്സ്റ്റ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് കൺഫൈൻഡ് ടു. ആൻസർ, 1 ഡിസ്ട്രിക്റ്റ്. യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2Vയിലാണ്. യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് വെച്ചാൽ യൂത്തിൻ്റെ ക്ഷേമത്തിനായിട്ട് പുതിയ തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റർപ്രണർഷിപ്പിനെ, അതിൽ ന്യൂ ടെക്നോളജിയെ, ഇന്നൊവേഷൻസിനെ, ഈ സ്റ്റാർട്ടപ്പിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് യുവാക്കളുടെ ക്ഷേമത്തിനായിട്ട് പുതിയ തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു സൊസൈറ്റിയാണ് യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് 45 years ആണ് കേട്ടോ. നെക്സ്റ്റ്, ആസ് പെർ കേസീസ് ആക്ട് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഹാവ് കളക്റ്റഡ് ₹- ആസ് ദ മിനിമം ഷെയർ ക്യാപിറ്റൽ. ക്രെഡിറ്റ് സൊസൈറ്റീസ് കളക്ട് ചെയ്യുന്ന മിനിമം ഷെയർ ക്യാപിറ്റൽ 2,50,000 ആണ്. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ 1 lakh ആണ്. നെക്സ്റ്റ്, അപ്പെക്സ് സൊസൈറ്റി ഷാൾ ടേക്ക് എ ഡിസിഷൻ ഫോർ അഫിലിയേഷൻ ഫ്രം സൊസൈറ്റി വിത്തിൻ ഡേയ്സ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. അതായത് പ്രൈമറി സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിയിലേക്കും സെൻട്രൽ സൊസൈറ്റി അപ്പെക്സ് സൊസൈറ്റിയിലേക്കും ഒക്കെ അഫിലിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ഡിസിഷൻ എടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 45 ഡേയ്സിനുള്ളിൽ ഡിസിഷൻ എടുത്തിരിക്കണം. ആപ്ലിക്കേഷൻ മേലിൽ ഡിസിഷൻ എടുത്തിരിക്കണം. നേരത്തെ അമെൻമെന്റിന് മുമ്പ് ഇത് 60 ദിവസമായിരുന്നു. ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് ടൈം ലിമിറ്റ് ഇല്ല, നോ ടൈം ലിമിറ്റ് ആണ്. എന്നാൽ ആപ്ലിക്കേഷൻ ലഭിച്ചതിന് ശേഷം അതിൽ 45 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുത്തിരിക്കണം. ഇനി റെഫ്യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കണം. ആ അപ്പീൽമേൽ ഡിസിഷൻ 60 ദിവസത്തിനുള്ളിൽ എടുത്തിരിക്കണം. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ ഹിസ് ലയബിലിറ്റി ഷാൾ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് -year ഫ്രം ഹിസ് ഡെത്ത്. ആൻസർ, 3 years. ഒരു മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചത് തൊട്ട് 3 വർഷത്തേക്ക് ലയബിലിറ്റി ഉണ്ടായിരിക്കും. സൊസൈറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി 3 വർഷത്തേക്ക് തുടരും. ഇത് അമെൻമെന്റിന് മുമ്പ് 2 വർഷമായിരുന്നു. നെക്സ്റ്റ്, സെക്ഷൻ 19 സബ്സെക്ഷൻ B(G) ഓഫ് കേസീസ് ആക്ട് ഡീൽസ് വിത്ത്. ആൻസർ, സമ്മറി ഓഫ് ഡിഫക്ട്സ്. സെക്ഷൻ 19 സബ്സെക്ഷൻ Bയിൽ റൈറ്റ് ടു മെമ്പർ ഗെറ്റ് ഇൻഫർമേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ A മുതൽ F വരെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പുതുതായി വന്നതാണ് G, സമ്മറി ഓഫ് ഡിഫക്ട്സ്. നെക്സ്റ്റ്, എവരി മെമ്പർ ഓഫ് ദ സൂപ്പർസീഡഡ് കമ്മിറ്റി ഷാൾ ബി ഡിസ്ക്വാളിഫൈഡ് ഫോർ നെക്സ്റ്റ് -term ഫോർ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ സച്ച് ഓർഡർ. ആൻസർ, 1 term. ഏതെങ്കിലും ഒരു കമ്മിറ്റി സൂപ്പർസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്പേഴ്സിനെ 1 വർഷത്തേക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യും. അമെൻമെന്റിന് മുമ്പ് ഇത് 2 വർഷമായിരുന്നു. നെക്സ്റ്റ്, ആസ് പെർ സെക്ഷൻ 64 സബ്സെക്ഷൻ 4A മാനേജിംഗ് കമ്മിറ്റി സബ്മിറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ബിഫോർ ദ ഓഡിറ്റർ വിത്തിൻ -days. ആൻസർ, 15 days. നേരത്തെ ഇത് 1 മാസമായിരുന്നു. മാനേജിംഗ് കമ്മിറ്റി ഓഡിറ്ററിന് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രേഖകൾ 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം. അതായത് ചീഫ് എക്സിക്യൂട്ടീവ്
ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച ഒരു മാസത്തിനുള്ളിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും തയ്യാറാക്കി മാനേജിംഗ് കമ്മിറ്റിക്ക് കൊടുത്തിരിക്കണം. മാനേജിംഗ് കമ്മിറ്റി അത് 15 ദിവസത്തിനുള്ളിൽ ഓഡിറ്റർക്ക് സമർപ്പിച്ചിരിക്കണം. നെക്സ്റ്റ്, ആസ് പെർ സെക്ഷൻ 64 സബ്സെക്ഷൻ 4B DCA ഇഷ്യൂ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വിത്തിൻ ഡാഷ് ഡേയ്സ്. ആൻസർ 45 ഡേയ്സ്. നേരത്തെ അത് 3 മാസമായിരുന്നു. നെക്സ്റ്റ്, സെക്ഷൻ 64 സബ്സെക്ഷൻ 5 ഓഡിറ്റർ കംപ്ലീറ്റ് ദ ഓഡിറ്റ് വിത്തിൻ ഡാഷ് ഡേയ്സ്. ആൻസർ 90 ഡേയ്സ്. നേരത്തെ ഇത് 4 മന്ത്സ് ആയിരുന്നു. അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഒരു മാസത്തിനുള്ളിൽ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് ഒരു മാസത്തിനുള്ളിൽ മാനേജിംഗ് കമ്മിറ്റിക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കണം. മാനേജിംഗ് കമ്മിറ്റി ഇത് വെരിഫൈ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ ഓഡിറ്റർക്ക് സമർപ്പിക്കണം. ഓഡിറ്റർ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് പൂർത്തിയാക്കണം. ഓഡിറ്റ് പൂർത്തിയാക്കി 30 ദിവസത്തിനുള്ളിൽ ഓഡിറ്റർ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് DCAക്ക് സമർപ്പിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ DCA 45 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. നെക്സ്റ്റ്, ഇൻക്വയറി കംപ്ലീറ്റഡ് വിത്തിൻ ഡാഷ് മന്ത്സ്. ആൻസർ 4 മന്ത്സ്. 4 മാസത്തിനുള്ളിലാണ് എൻക്വയറി കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടത്. നേരത്തെ ഇത് 6 മന്ത്സ് ആയിരുന്നു. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് എ സൊസൈറ്റി ഹാവിംഗ് നോട്ട് മോർ ദാൻ ഡാഷ് മെമ്പേഴ്സ് intimated of the amendment proposed has to be given to the members for the society in person. ആൻസർ 1000 ആണ്. നേരത്തെ ഇത് 500 ആയിരുന്നു. അതായത് 1000-ൽ കുറവ് മെമ്പേഴ്സ് ഉള്ള സൊസൈറ്റികളാണെങ്കിൽ അമെൻമെൻറ്റിനുള്ള നോട്ടീസ് നേരിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ കൊറിയർ സർവീസ് മുഖേനയോ നൽകാവുന്നതാണ്. ഇനി 1000-ൽ കൂടുതലുള്ള മെമ്പേഴ്സ് ഉള്ള സൊസൈറ്റികളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 2 വെർണാക്കുലർ ലാംഗ്വേജ് ന്യൂസ് പേപ്പർ, അതായത് പ്രാദേശിക ഭാഷയിലുള്ള 2 ന്യൂസ് പേപ്പറിൽ, കുറഞ്ഞത് 2 ന്യൂസ് പേപ്പറിലെങ്കിലും പബ്ലിഷ് ചെയ്തിരിക്കണം. കൂടാതെ സൊസൈറ്റിയുടെ ഹെഡിലും ബ്രാഞ്ചസിലുള്ള നോട്ടീസ് ബോർഡിൽ പതിപ്പിച്ചിരിക്കണം. അതായത് അതുപോലെ തന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ, അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിൽ, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഓഫീസിൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, വില്ലേജ് തുടങ്ങിയവയിലൊക്കെ ഈ അമെൻമെൻറ്റിലുള്ള നോട്ടീസ് പതിപ്പിച്ചിരിക്കണം. നെക്സ്റ്റ്, ബൈലോ അമെൻമെൻറ്റ് പ്രപ്പോസൽ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സെപ്റ്റ് വുമൺ സ്കൂൾ SC/ST സൊസൈറ്റി ഷാൾ കണ്ടെയ്ൻ എ ചെല്ലാൻ റെസിപ്റ്റ് ഫോർ ഡാഷ് റുപ്പീസ്. ആൻസർ 1000. അതായത് അമെൻമെൻറ്റിനുള്ള ഫീ നേരത്തെ 500 ആയിരുന്നു, ഇപ്പോൾ അത് 1000 ആക്കിയിട്ടുണ്ട്. എന്നാൽ വുമൺ SC/ST സ്കൂൾ കോളേജ് സൊസൈറ്റീസിനൊക്കെ നേരത്തെയും 50 ആയിരുന്നു, ഇപ്പോഴും 50 തന്നെയാണ്. എന്നാൽ ബാക്കിയുള്ള സൊസൈറ്റികൾക്ക് നേരത്തെ 500 ആയിരുന്നു, ഇപ്പോൾ അത് 1000 ആക്കി. നെക്സ്റ്റ്, ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ മീറ്റിംഗ് ഷാൾ ബി റെക്കോർഡഡ് ബൈ ഡാഷ്. ആൻസർ പ്രസിഡന്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ എനി മെമ്പർ ഓഫ് ദ കമ്മിറ്റി. മിനിറ്റ്സ് ബുക്ക് പ്രസിഡന്റിനോ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കോ കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരു മെമ്പറിനൊക്കെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. നെക്സ്റ്റ്, ഇഫ് എ ക്യാഷ്വൽ വേക്കൻസി ഓഫ് ഓഫീസ് ബെയറർ സച്ച് ആസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷറർ ഓർ എനി ഓഫീസർ ഈസ് അറൈസ്ഡ്, ദ കമ്മിറ്റി ഇൻ ഓഫീസ് ഷാൾ റിക്വസ്റ്റ് to the State Cooperative Election Commission within dash days of arising such vacancy appoint a presiding officer to conduct election. ആൻസർ 30 days. നേരത്തെ ഇത് 15 ദിവസമായിരുന്നു. അതായത് ഒരു പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ മറ്റു ഓഫീസറുടെയൊക്കെ ക്യാഷ്വൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ കമ്മിറ്റി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് 30 ദിവസത്തിനുള്ളിൽ റിക്വസ്റ്റ് കൊടുത്തിരിക്കണം. ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് പ്രിസൈഡിങ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തിരിക്കണം. ഈ റിക്വസ്റ്റ് കിട്ടി 7 ദിവസത്തിനുള്ളിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ പ്രിസൈഡിങ് ഓഫീസറിനെ നിയമിക്കും. നെക്സ്റ്റ്, മാക്സിമം എമൗണ്ട് ഓഫ് എഡ്യൂക്കേഷൻ ഫണ്ട്. ആൻസർ 1 lakh. നേരത്തെ ഇത് 60,000 ആയിരുന്നു, ഇപ്പോൾ 1 lakh ആക്കിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% ആണ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിൻ്റെ മിനിമം 2000 ആയിരുന്നു, ഇപ്പോൾ മാക്സിമം 1 lakh ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ്, ദ ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദ വൈൻഡിംഗ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ആൻസർ 2 years. നേരത്തെ ഇത് 3 years ആയിരുന്നു. അതായത് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ 2 വർഷത്തിനുള്ളിൽ തീർത്തിരിക്കണം.
നെക്സ്റ്റ്, നോ ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേംസ് ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഷാൾ ബി എൻട്രസ്റ്റഡ് വിത്ത് ദ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ മോർ ദാൻ ഡാഷ് കോൺസിക്യൂട്ടീവ് ഓഡിറ്റ്. ആൻസർ 2. അതായത് ഒരു ഓഡിറ്റർ ആയാലും ഓഡിറ്റിംഗ് ഫേംസ് ആയാലും ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആയാലും ഒരു സൊസൈറ്റിയിൽ 2 തവണയിൽ കൂടുതൽ, അതായത് തുടർച്ചയായ 2 തവണയിൽ കൂടുതൽ ഓഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നെക്സ്റ്റ്, ആസ് പെർ റൂൾ 2AI ഓഫ് KCS ആക്ട്, ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ആൻസർ DCA. DCA ആണ് ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്.